ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപയോടെ നമ്മൾ ജീവിക്കണം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ ആരോട് ഫൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്? ഭാര്യയോട് ഫൈറ്റ് ചെയ്തിട്ടാണോ ജീവിക്കുന്നത്? ഭർത്താവിനോട് അടികൂടിയിട്ടാണോ നമ്മൾ ജീവിക്കുന്നത്? മക്കളോട് അടികൂടിയിട്ടാണോ നമ്മൾ ജീവിക്കേണ്ടത്? നമ്മൾ ആരോടാണ് അടികൂടേണ്ടത്? തിന്മയോട്. തിന്മയുടെ ശക്തികളോടാണ് ശരിക്കും നമ്മൾ യുദ്ധം ചെയ്യേണ്ടത്. ഈ തിന്മയുടെ ശക്തികളോട് നമ്മൾ യുദ്ധം ചെയ്യിക്കണമെങ്കിൽ നമുക്ക് അതിനുള്ളൊരു പവർ നമ്മുടെ ജീവിതത്തിലുണ്ടാകണം, അതിനുള്ളൊരു ശക്തി നമുക്ക് ജീവിതത്തിലുണ്ടാകണം. അപ്പൊ പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ മാത്രമേ തിന്മയുടെ ശക്തികളെ നമുക്ക് നേരിട്ട് തോൽപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എഫേസ്യർക്ക് ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യം, എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരെയായിട്ടാണ് പടവെട്ടുന്നത്. ആരോടാണ് പടവെട്ടുന്നത്? നമ്മൾ സാധാരണ ആളുകളോടല്ല നമ്മുടെ യുദ്ധം. നമ്മുടെ യുദ്ധം ആരോടാണ്? തിന്മയുടെ ശക്തികൾക്കെതിരെയുള്ള യുദ്ധമാണ് ഓരോ മനുഷ്യനും ഈ ലോകത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമ്മുടെ കൂടെയുള്ളവരല്ല നമ്മുടെ യഥാർത്ഥ ശത്രുക്കൾ. നമ്മുടെ യഥാർത്ഥ ശത്രു ആരാണ്? സാത്താനാണ് നമ്മുടെ യഥാർത്ഥ ശത്രു എന്ന് നമ്മൾ തിരിച്ചറിയുക.